നമുക്ക് ഇന്ന് ഒരു വൈറ്റ് ഫോറസ്റ്റ് കേക്ക് എങ്ങനെ സിമ്പിൾ ആൻഡ് ഈസി ആയിട്ട് ഉണ്ടാക്കുന്നതെന്ന് നോക്കി നോക്കാം. ഇതിനായി ഒരു കപ്പ് മൈദ ഇട്ട് കൊടുക്കാം. അതിലോട്ട് ഒരു ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. ഇതിനോടൊപ്പം ഒരു പിഞ്ച് ഉപ്പ് ഇട്ട് കൊടുക്കാം. ഞാനിവിടെ ഉപയോഗിക്കുന്ന സീക്രട്ട് ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് മിൽക്ക് പൗഡറാണ്. 2 ടേബിൾ സ്പൂൺ മിൽക്ക് പൗഡർ കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. നന്നായി ഒന്ന് സീവ് ചെയ്തെടുക്കാം. മൂന്നോട്ടായിട്ട് സീവ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് മാറ്റി വയ്ക്കാം. നമുക്ക് വേറൊരു ഡ്രൈ ആയിട്ടുള്ള ബൗളിലോട്ട് 4 മുട്ട പൊട്ടിച്ച് വെച്ച് കൊടുക്കാം. ഇതിലോട്ട് ഒരു ടീസ്പൂൺ വാനില എസൻസ് കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. ഇത് നന്നായി ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. മുട്ട നന്നായി പതഞ്ഞ് പൊന്തി വന്നിട്ടുണ്ട്. ഇതിലേക്ക് ഒരു കപ്പ് പൗഡർ ഷുഗർ ആഡ് ചെയ്ത് കൊടുക്കാം. ഇതുപോലെ വൈറ്റ് കളർ ആവുന്നത് വരെ ഒന്ന് ബീറ്റ് ചെയ്ത് കൊടുക്കുക. ഇതിലോട്ട് 1/4 കപ്പ് സൺഫ്ലവർ ഓയിൽ ആഡ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം വല്ലാതെ ബീറ്റ് ചെയ്ത് ജസ്റ്റ് ഒന്ന് ബീറ്റ് ചെയ്താൽ മതി. ഇതിലോട്ട് നേരത്തെ സീവ് ചെയ്ത് മാറ്റി വെച്ചിട്ടുള്ള ആ ഫ്ലോർസ് ആഡ് ചെയ്ത് കൊടുക്കുക. ഫ്ലോർ മിക്സ് ആഡ് ചെയ്ത് കൊടുക്കുക. ഒറ്റയടിക്ക് ആഡ് ചെയ്ത് കൊടുക്കരുത്. ഒരു 3 വട്ടമൊക്കെയായിട്ട് കുറച്ച് ദിവസമായിട്ട് ഇതുപോലെ ആഡ് ചെയ്ത് കൊടുക്കാം. ഇതിലോട്ട് 1/4 കപ്പ് പാല് ആഡ് ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ 7 ഇഞ്ചിൻ്റെ ടിൻ എടുത്തിട്ടുണ്ട്. അത് ഓയിൽ ഗ്രീസ് ചെയ്തിട്ട് ബട്ടർ പേപ്പർ വെച്ചിട്ട് ബട്ടർ പേപ്പർ ഫിക്സ് ചെയ്തിട്ടുണ്ട്. അതിലൂടെ നമുക്ക് ബാറ്റർ ഒഴിച്ചു കൊടുക്കാം. ഇത് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കുക, എയർ ബബിൾസ് പോകാനായിട്ടാണ്. അതിനുശേഷം അത് നന്നായി ഒന്ന് തട്ടി കൊടുക്കുക.
ഗ്യാസും ഒരു ചൂട് കട്ടിയുള്ള പാത്രം ചൂടാകാനായിട്ട് വെച്ചിട്ടുണ്ട്, പ്രീ ഹീറ്റ് ചെയ്യാനായിട്ട് വെച്ചിട്ടുണ്ട്. അതിലോട്ട് റിങ് ഇറക്കി വെച്ചിട്ട് നമ്മുടെ കേക്ക് ടിൻ അതിലോട്ട് ഇറക്കി വെച്ചിട്ട് 25 മിനിറ്റ്സ് നമുക്ക് ബേക്ക് ചെയ്തെടുക്കാം. അപ്പോൾ 25 മിനിറ്റ്സ് ആയിട്ടുണ്ട്. നമുക്കൊന്ന് തുറന്നു നോക്കാം. നന്നായി പെർഫെക്റ്റ് ആയിട്ട് ബേക്കായി വന്നിട്ടുണ്ട്. ചൂടാറാനായിട്ട് ഒരു കോട്ടൺ ക്ലോത്ത് ഇതിന് മുകളിൽ വെച്ച് മൂടിയിടാം. സ്പഞ്ച് നന്നായി ചൂടാറി വന്നിട്ടുണ്ട്. ടിന്നിൽ നിന്ന് മാറ്റിയിട്ട് ലേയേഴ്സായിട്ട് കട്ട് ചെയ്തെടുക്കാം. ഇതുപോലെ 3 ലെയറായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. നെക്സ്റ്റ് നമുക്കതിൽ വേണ്ട ഷുഗർ സിറപ്പ് റെഡിയാക്കി എടുക്കാം. അതിനായിട്ട് 1/2 കപ്പ് വെള്ളം ഒഴിച്ചെടുക്കുക. അതിനോടൊപ്പം 1/4 കപ്പ് ഷുഗർ ഇട്ട് കൊടുക്കുക. ഫ്ലെയിം കത്തിച്ചിട്ട് അതൊന്ന് മെൽറ്റ് ചെയ്തെടുക്കുക. ഇതിലോട്ട് 1 ടീസ്പൂൺ മിൽക്ക് പൗഡർ കൂടെ ആഡ് ചെയ്ത് കൊടുക്കുക. ഇത് ഓപ്ഷനിലാണ് കേട്ടോ. ഒന്നുകൂടെ കുറച്ചുകൂടെ ടേസ്റ്റ് കൂടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. നമ്മുടെ ഷുഗർ സിറപ്പ് റെഡി ആയിട്ടുണ്ട്. ജസ്റ്റ് ഷുഗർ ഒന്ന് മെൽറ്റ് ആയാൽ മതി. ഈ ഷുഗർ സിറപ്പ് തണുത്തിട്ട് വേണം നമുക്ക് ലെയറിലോട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കാൻ. അപ്പോൾ ഇത് നമ്മൾ മുന്നേ കൂട്ടി തന്നെ ചെയ്ത് വെക്കണം. അത് മറന്നു പോയെങ്കിൽ ഇത് ഹീറ്റാക്കാണ്ട് തണുത്ത വെള്ളത്തിൽ തന്നെ ചെയ്താലും മതി. ഷുഗർ ഒന്ന് മെൽറ്റ് ആവണമെന്നേ ഉള്ളൂ. ഓക്കെ, 1 കപ്പ് വിപ്പിംഗ് ക്രീം എടുക്കാം. നന്നായി ബീറ്റ് ചെയ്തെടുക്കാം. ക്രീം ഇങ്ങനെ ഇടുമ്പോൾ വീഴാത്ത രീതിയിൽ അത്രത്തോളം നമ്മൾ ബീറ്റ് ചെയ്യണം. കേക്ക് ബേസ് വെച്ച് കൊടുക്കാം. അതിലോട്ട് കുറച്ച് വിപ്പിംഗ് ക്രീം അപ്ലൈ ചെയ്യാം. നമുക്കൊരു ലെയർ ഇതിന് മുകളിലോട്ട് വെച്ച് കൊടുക്കാം. ഇതിന് മുകളിലോട്ട് നേരത്തെ തയ്യാറാക്കി വെച്ച ഷുഗർ സിറപ്പ് കുറച്ച് ശേട്ട് ഒഴിച്ചു കൊടുക്കാം.
ഷുഗർ സിറപ്പ് നന്നായി അപ്ലൈ ചെയ്തിട്ടുണ്ട്. ഇതിന് മുകളിലോട്ട് വിപ്പിംഗ് ക്രീം ഇട്ട് കൊടുക്കുക. ഇതിന് മുകളിലോട്ട് ഗ്രേറ്റ് ചെയ്ത വൈറ്റ് ചോക്ലേറ്റ് ഇട്ട് കൊടുക്കുക. അടുത്ത ലെയർ ഇതിന് മുകളിലോട്ട് വെച്ച് കൊടുക്കാം. ഇതിന് മുകളിലോട്ട് ഷുഗർ സിറപ്പ് അപ്ലൈ ചെയ്ത് കൊടുക്കുക. ദെൻ ഇതിന് മുകളിലോട്ട് വിപ്പിംഗ് ക്രീം. ഇതിന് മുകളിലോട്ട് വൈറ്റ് ചോക്ലേറ്റ് ഗ്രേറ്റ് ചെയ്തത് ഇട്ട് കൊടുക്കുക. ലാസ്റ്റ് ലെയറും വെച്ച് കൊടുക്കുക. ഷുഗർ സിറപ്പ് അപ്ലൈ ചെയ്ത് കൊടുക്കുക. ദെൻ വിപ്പിംഗ് ക്രീം അപ്ലൈ ചെയ്യുക. നമ്മുടെ കേക്ക് ഓൾമോസ്റ്റ് ഫിനിഷ് ആയിട്ടുണ്ട്. ഇനി കുറച്ച് ഡെക്കറേഷൻസും കൂടി ബാക്കിയുള്ളൂ. ഈ കേക്കിൻ്റെ സൈഡിലോട്ടൊക്കെ ഗ്രേറ്റ് ചെയ്ത് വെച്ച വൈറ്റ് ചോക്ലേറ്റ് വെച്ച് ഡെക്കറേറ്റ് ചെയ്യാം. ഇങ്ങനെ എല്ലാ സൈഡിലോട്ടും വൈറ്റ് ചോക്ലേറ്റ് ഇട്ട് കൊടുത്ത് ഡെക്കറേറ്റ് ചെയ്തുകൊണ്ട് നമ്മൾ കേക്കിൻ്റെ ഡെക്കറേഷനൊക്കെ ഉണ്ട്. കേക്ക് ഫിനിഷ് ആയിട്ടുണ്ട്. ആണ് ഫൈനൽ ലുക്ക്.